ഗൈസ്, നമ്മളിപ്പോൾ ഇന്ന് കൊച്ചിക്ക് പോകണം. ഈ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് കൊടുക്കില്ല പറഞ്ഞോ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓൺ മൈ ചാനൽ. സോ ഇന്ന് ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് ഡെൽവിനും കൂടി കൊച്ചിയിൽ പോയൊരു വ്ളോഗാണ്. ഞങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടി കൊച്ചിയിൽ പോയതാണ്. സോ അന്ന് നടന്ന കുറേ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് വ്ളോഗ് ചെയ്യാൻ പോലും അറിയില്ല. വ്ളോഗ് ചെയ്യാന്നില്ല, ഇങ്ങനെ നിന്നിട്ട് എന്ത് പറയണം എന്നുള്ളൊരു ഐഡിയ പോലും ഇല്ല. ആരൊക്കെയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് എനിക്കൊന്ന് കേസിനെയും മറ്റേ കാർത്തികിനെയും കണ്ട് ഇൻസ്പയർ ആയിട്ട് ഞങ്ങളുടെ വ്ളോഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണത്. സോ ലെറ്റ്സ് ബിഗിൻ. ഇരുന്നിരുന്ന് മടുത്തു. കൊച്ചി എത്തിയിട്ടില്ല ഇതുവരെ. ബ്ലർ ചെയ്ത മനുഷ്യന് മടുത്തു. വാടി ഇരുന്നിരുന്നിരുന്ന് ഞാൻ മടുത്തു. ആക്ച്വലി ആ വണ്ടിയുടെ പുറകിൽ എൻ്റെ അമ്മ അതിൻ്റെ പുറകിൽ സീറ്റ് കുത്തി കയറുന്നുണ്ട്. സോ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ വണ്ടിക്കകത്ത് ഇങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കുള്ള ഒരു സംഭവമായിരുന്നു. വട കഴിക്കണമെന്ന് ആഗ്രഹം. തൃശ്ശൂർ എത്തിയിരിക്കുക. വട കഴിക്കണമെന്ന് ആഗ്രഹമാണ്. തൃശ്ശൂരിൻ്റെ മണ്ണിലൂടെ പറഞ്ഞുള്ളൂ. 7:30 വണ്ടി എടുക്കുന്നതാണ് കൂപ്പർ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞുള്ളൂ 1.5 മണിക്കൂർ ചവിട്ടി ഞങ്ങളൊരു വട കഴിച്ചിട്ട് വരാം. കറക്റ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡെൽവിയും പറയുകയും ചെയ്തു. 1.5 മണിക്കൂർ വണ്ടി കിട്ടി. അവിടെ ഞങ്ങൾ വരുന്ന വഴിക്ക് വടക്കട കണ്ടു. അപ്പം ഡെൽവിന് എനിക്ക് ഒരേ ആഗ്രഹം വട കഴിക്കണം. അങ്ങനെ ഡെൽവിയും പറഞ്ഞു അവിടെ വണ്ടി നിർത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വട കഴിച്ചിട്ട് വരാം. സോ ലൈക്ക് ദാറ്റ് ഹാപ്പൻ. യെസ്, അവിടെ ഒരു 1/2 മണിക്കൂർ വണ്ടി ഇരുത്തി. അവൻ നേരെ പോയി കണ്ടക്ടറോട് ചോദിച്ചു, ചേട്ടാ എത്ര മിനിറ്റ് ഉണ്ട്? ഒരു 30 മിനിറ്റ് ഉണ്ടാകും മോനെന്ന് പറഞ്ഞു. ഞങ്ങളിട്ട് ചാടി ഇറങ്ങി നേരെ വട കഴിക്കാനുള്ള കടയിലേക്ക് പോയി. അതൊരു 10 മിനിറ്റ് അപ്പുറത്തേക്ക് നടന്നാൽ വട കഴിക്കുന്ന കട എത്തിയിട്ടോ. ഇല്ലേ എടാ, ബ്ലർ ചെയ്ത മനുഷ്യനെ കാണിക്കണോ? വേണ്ട അല്ലേ? നിന്നെ ഞാൻ ഒരുപാട് കാണിച്ചു. എനിക്ക് കുറേ നേരം പ്രീമിയറിൽ കളിക്കേണ്ടി വരും ബ്ലർ ചെയ്യാനായിട്ട്. മാസ്ക് ഇട്ടിട്ടില്ല. എന്നാലും നീ ആണെന്ന് ആരും അറിയണ്ട. ഏത് നമുക്ക് വട കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ അവിടെ വരെ പോകണ്ടേ? അറ്റടുത്ത് വരെ പോകണ്ടേ? 7:15 ഇനി അവിടെ വരെ എത്തണം. ഇതിൻ്റെ പൊസിഷൻ ഇങ്ങനെ പിടിക്കണോ അതോ ഇങ്ങനെ പിടിക്കണോ? 2-3 ആംഗിളുണ്ട്. എൻ്റെ ആ ബസ്സിലെ കണ്ടക്ടറൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാ പരിപാടി. കൈ ഇച്ചിരിയുടെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. വന്ന അങ്ങനെ റെഡി എങ്ങനെയോ? ഇങ്ങനെയാണോ? ഇതാണോ റെഡി? അവിടെ എത്തിയപ്പോൾ ഞാൻ ആ വടയുടെ പേര് പറയുന്നത് എന്നാന്ന് ചോദിക്കാറുള്ളത്. ഞാൻ ബ്ലോഗിൽ നിന്ന് ടെൻഷനില്ല. വട കഴിക്കാൻ പോയ സാധനത്തിന് പേര് പറയാൻ മറന്നു. നമ്മളിവിടെ നിന്നാണ് സാധനം കഴിച്ചത്. അതായത് KSRTC ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റുള്ള കടയാണ്. സംഭവം സൂപ്പറാണ്. കണ്ടോ, അവരവിടെ എന്തോ കോപ്രായം കാണിച്ചിട്ടുണ്ട്. എന്തോ കാലുകൊണ്ട് കാണിക്കും, ഇങ്ങനെ എന്തോ കാണിക്കും, എന്തോ കാണിച്ചിട്ടുണ്ട്. അതാണ് ഞാനവിടെ ചിരിച്ചത്. നമുക്കിനി നേരെ ക്രോസ് ചെയ്തിട്ട് അതേ വിചാരിച്ച് ഞങ്ങളെന്തോ വലിയ പ്രമുഖ യൂട്യൂബേഴ്സാണ്. അതാണ് ഞങ്ങൾക്ക് ആ ഫണ്ട് കുറച്ചൊന്നും 50 രൂപ തരേണ്ട പോലെ നിങ്ങൾ പൊക്കോന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ചേച്ചി ഭയങ്കര അടിപൊളിയായിരുന്നു അവിടുത്തെ ചേച്ചി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ബസ്സൊന്നും പക്ഷേ ഞങ്ങളുടെ ബസ്സല്ലായിരുന്നു കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ ബസ് സ്റ്റാൻഡിൽ തന്നെ ഞങ്ങൾ ആ ബസ്സിലേക്ക് ചാടി കയറാനൊക്കെ വിമർശിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് വാസ് നോട്ട് അവർ ബസ്. പിന്നെ ഞങ്ങൾ വേറെ ഇറങ്ങി നേരെ പോയി. സംഭവം അതല്ല വേറെ സംഭവമുണ്ട്. ചേച്ചിക്ക് സംഭവം കാര്യം മനസ്സിലായി. നമ്മുടെ സംഭവം കണ്ടപ്പോഴേ ചേച്ചിക്ക് കാര്യം മനസ്സിലായി. യൂട്യൂബ് ഉണ്ടോന്നൊക്കെ ചോദിച്ചു. സാധനം സംഭവം അതാണ്. ചേച്ചിക്ക് പിന്നെ അതൊരു നല്ലൊരു കാര്യം തോന്നിയതുകൊണ്ടാണ് നമ്മളോട് അങ്ങനെ പറഞ്ഞത് തന്നെ. ഭയങ്കര കാര്യമായിരുന്നു. ഇനി വേണമെന്ന് ചോദിച്ചു. എന്നാ ചെയ്യണേ? നമുക്ക് യൂട്യൂബേഴ്സായി പോയി. അപ്പോൾ ഇനി നമുക്ക് വണ്ടി കയറാം. ഇനി അടുത്ത പരിപാടി നമ്മുടെ അവസാനം. ഈ പള്ളിയുടെ പേരാണ് ഈ സ്ഥലത്തിന്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളിയാണ്. യെസ്, ഫൈനലി വി റീച്ച്. ഞങ്ങൾ ഇന്നിവിടെ കൊച്ചി എക്സ്പ്ലോർ ചെയ്ത് വൈവാക്കാൻ വന്നതാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കണമെന്നുള്ള ഒരു ഇതാണ്.
സംഭവം പറഞ്ഞു വരുമ്പോൾ എനിക്ക് എത്ര 6 സബ്സ്ക്രൈബേഴ്സ് എങ്ങാണ്ടേ ഉള്ളൂ. ഒന്ന് ഇവനാണ് ഈ ബ്ലർ ചെയ്ത മനുഷ്യൻ, പിന്നെ 2 എണ്ണം ഞാൻ തന്നെയാണ്. അതിൽ വലിയ സംഭവമൊന്നുമില്ല. എന്നാലും നമ്മൾ കൊച്ചി എക്സ്പ്ലോർ ചെയ്യണ്ടേ? വേണ്ടേ? കൂടുതൽ റിവ്യൂ അറിയണമെങ്കിൽ ഞാൻ ചേട്ടനോട് ചോദിച്ചാൽ അറിയാം. ചേട്ടൻ പറഞ്ഞു തരും. ഞങ്ങൾ മെട്രോയുടെ താഴെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്കൗട്ട് ചെയ്തു ലുലു മാളിൽ ഷൂട്ടിങ് അലൗഡ് അല്ല. സോ ഈ ലുലു മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണാം. ലുലു മാളിൽ കയറിയ സമയത്ത് അവർ എൻ്റെ കയ്യിലുള്ള ട്രൈപ്പോഡ് പോലത്തെ സാധനം കണ്ടു. അന്നേരം അവർ പറഞ്ഞു, മോനെ ഇവിടെ ഷൂട്ടിംഗ് അലൗഡ് അല്ല, പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. സോ ഐ സെഡ് ഓക്കെ ചേച്ചി, ഞങ്ങൾ ഷൂട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങൾ മണ്ടന്മാരായിരുന്നു ശരിക്കും. വേണമെങ്കിൽ ചെറിയ ചെറിയ ഷോർട്സ് അതിനുള്ളിൽ നിന്ന് എടുക്കുന്നു. പക്ഷേ അതിനകത്ത് പ്രത്യേകിച്ച് ഞങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങൾ പോയി ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറി ലുലു മാളിൽ ഇവിടെ പോയി ഡ്രസ്സൊക്കെ മാറി ഒരു പേര് സോക്സൊക്കെ വാങ്ങി ഞാൻ കുറച്ച് സെറ്റപ്പൊക്കെ ചെയ്ത് ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവിടെ പോയത്. ഞങ്ങൾ പുറത്തിറങ്ങി ഞാനും ബ്ലഡ് മാനും കൂടി ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഗംഗാറിലേക്കല്ലേ? വൈപ്പിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഗംഗാറിൽ കയറിയിരിക്കുകയാണ്. നമുക്കിനി ഫോട്ടോ ചെയ്തിട്ട് കാണാം. യെസ്, ഒരു ഡോൾഫിനെ ഞങ്ങൾ കണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കാണുന്നില്ല. ഡോൾഫിൻ സ്പെഷ്യൽ ഉടായ്പല്ല, ഒന്നും എടുക്കുന്നില്ല. അങ്ങനെ പറയില്ല. മൂവിന്ന് എടുക്കണം. ഫോർട്ട് കൊച്ചിയുടെ മണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്തിനു പോകാണെങ്കിൽ നീ പറയണം അങ്ങോട്ട്. നീ ഇവിടുന്ന് എന്തൊക്കെ ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ല. നീ അതൊക്കെ പ്ലാൻ ചെയ്യണം. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം. ഗൈസ്, നമ്മളിപ്പോൾ ഇനി ബിഗ് ബിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ബിഗ് ബി ഷൂട്ട് ചെയ്ത സ്ഥലം. അന്നത്തെ അത്ര ഉണ്ടായിരുന്നുള്ളൂ അന്ന് സംഭവിച്ചത്. അന്നത്തെ അന്ന് ഞങ്ങൾ നേരെ ഇത് കഴിഞ്ഞ് നേരെ കോഴിക്കോടേക്ക് തിരിച്ച് കയറി വന്നു. രാത്രി ഞങ്ങളുടെ ബസ് വന്നായിരുന്നു ഒരു 9-10 മണി. അന്ന് ഞങ്ങൾ ഡിന്നർ അവിടെ നിന്ന് തന്നെ ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചു. ദാറ്റ് വാസ് എ വണ്ടർഫുൾ മെമ്മറബിൾ ഡേ. സോ ഐ തോട്ട് ഞാനത് എഡിറ്റ് ചെയ്യാൻ വെച്ച സമയത്ത് അതിനകത്ത് പ്രത്യേകിച്ച് ക്ലിപ്സ് ഒന്നും ഞാൻ കണ്ടില്ല എഡിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള. സോ ഐ തോട്ട് why should I edit that? ബട്ട് ഇന്ന് ചിന്തിച്ചപ്പോൾ ഒരു കൊറോണ കാലത്തേക്ക് ഒരു തിരിഞ്ഞോട്ടം, ഡെൽവിൻ പറഞ്ഞൊരു ടൈറ്റിൽ കൊറോണ കാലത്തേക്ക് ഒരു തിരിഞ്ഞോട്ടം. സോ ഐ തോട്ട് ലെറ്റ്സ് മേക്ക് എ വീഡിയോ ഓഫ് ദാറ്റ്. That's why I'm making this video. So I hope you guys enjoyed this video. Thanks for watching. Make sure you guys subscribe ചെയ്തിട്ട് കാണുക. എന്താണ് guys, സബ്സ്ക്രൈബ് ചെയ്യൂ.